നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ജീവിതകാലം മുഴുവൻ എനിക്കെതിരെ അപവാദം പറഞ്ഞു നടക്കാൻ ആളുകളുണ്ടാവും. അതോടെ ഗോകുലേട്ടനും വീട്ടുകാരും പോലും എന്നെ വെറുക്കാൻ തുടങ്ങും. എന്തിനാച്ച എന്നെ പോലൊരു പെണ്ണിന് അങ്ങനെ ഒരു ജീവിതം? എനിക്കിഷ്ടമല്ലെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണെന്ന് ഗോകുലേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാച്ച എല്ലാരും ഞങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛനെപ്പോഴും നീ പഠിച്ച് വലിയ ഉയരങ്ങളിൽ എത്തണമെന്നല്ലേ മോളെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനിടയിൽ അരുതാത്ത ചില അനുഭവങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടല്ലേ മറിച്ചൊരു ആലോചന ഉണ്ടായത്? അതെ മോളെ, ഗോകുലിന് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് അറിയാവുന്നോണ്ട് കൂടിയാ എല്ലാവരും നിങ്ങളെ ഒരുമിപ്പിക്കാൻ ആഗ്രഹിച്ചത്. മാത്രമല്ല, നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതിന്റെ പേരില് ഗോകുലിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ട് നിനക്കിഷ്ടമല്ലെങ്കിൽ പിന്മാറാൻ തയ്യാറാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവന്റെ നല്ല മനസ്സുകൊണ്ടല്ലേ മഞ്ചാടി. അപ്പൊ പിന്നെ നിന്റെ പേരിൽ ആരെന്ത് അപവാദം ഉണ്ടാക്കിയാലും അവൻ അതിന് കാതു കൊടുക്കാതെ നിന്നെ സംരക്ഷിക്കുമെന്നല്ലേ കരുതേണ്ടത്? അതിന് എനിക്ക് വേണ്ടി എന്തിനാ ചേച്ചി മറ്റൊരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നേ? എന്റെ പ്രശ്നങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് തീർത്താ പോരെ? മഞ്ചാടി, ഇപ്പോഴത്തെ ആവശ്യത്തിന് നീ ഇതൊക്കെ പറയും. ഒറ്റയ്ക്ക് ഒരു പെണ്ണിനും ഒരുപാട് കാലമൊന്നും ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ നിനക്കത് മനസ്സിലാവാത്തതേ അച്ഛനും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഉള്ളതുകൊണ്ടാ. അതെ, അത് തന്നെ എന്റെ ധൈര്യം. ഞാൻ പഠിച്ച് സ്വന്തമായിട്ട് ജോലി സമ്പാദിക്കുന്നവരെങ്കിലും നിങ്ങളൊക്കെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ അച്ഛാ? ഇതെന്തൊരു ചോദ്യം മോളെ. നീ സ്വന്തം കാലിൽ നിന്നാലും നിനക്ക് ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ടാവും. പിന്നെ ഇല്ലാതാവുന്നെങ്കിൽ ഈ അച്ഛൻ മാത്രം ഇല്ലാതാവും. കാലം കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, എന്റെ മോള് വിഷമിക്കണ്ട. നീ കാരണം ഇന്ദുവിന്റെ കല്യാണം മുടങ്ങില്ല മോളെ. അനന്തമാഷിന്റെ മകൾക്ക് അങ്ങനൊരു പേരുദോഷം ഉണ്ടാവില്ല. നീ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് മാത്രമേ അച്ഛൻ നിന്നെ കൈപിടിച്ച് കൊടുക്കുകയുള്ളൂ. അത് പോരെ നിനക്ക്? പക്ഷെ മഞ്ചാടി അച്ഛൻ സമാധാനിപ്പിച്ചോളും. വാ, നമുക്ക് ദയയുടെ അടുത്തേക്ക് പോവാം. വാ, ഇനി അവളാരും ശ്രദ്ധിച്ചില്ലെന്നുള്ള പരാതി വേണ്ട. അല്ലനോ, ഞാൻ അങ്ങനെയല്ല പറയാ. അത് അച്ഛൻ തീരുമാനിച്ചോളും. വാ. അച്ഛനുണ്ട് മോളെ. എന്റെ മോള് പഠിച്ച് മിടുക്കിയാവണം കേട്ടോ. ഈ ഫോൺ വേണോ? വേണ്ടട്ടോ. ദേവാവിക്ക് ടെഡി പേരുണ്ടല്ലോ, നോക്കി നോക്കി നോക്കി. എന്റെ പ്രശ്നം ആരും ഗൗരവത്തിലെടുക്കില്ലെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ ഞാനെന്താ കുഴപ്പമുണ്ടാക്കി വന്നല്ലേ കരുതൂ? നീ അങ്ങനെ ഒരു മുൻധാരണയോടെ ഒന്നും സംസാരിക്കണ്ടതേ. ശബരിയുടെ വീട്ടിൽ നിനക്കേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാം. ഓ ഓ അതിലും വലിയ വിഷയല്ലേ മഞ്ചാടിയുടെ കാര്യത്തിൽ സംഭവിച്ച. സുശീലാന്റി പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ അച്ഛനും മഞ്ചാടിക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം. ഓ കരയില് കരയില് ബാ ബാ ബാ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഓ ഓ ഓ ഓ എന്റെ കാര്യത്തിൽ മാത്രം ഇവിടെ ആർക്കും ഒരു വിഷമം വേവലാതി ഉണ്ടാവില്ലെന്ന്. ഞാൻ ശബരീട്ടന്റെ വീട്ടിൽ നിന്ന് മോനെ എടുത്തുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് പോലും അച്ഛനോ ചേച്ചിമാരോ എന്നോട് ചോദിച്ചില്ലല്ലോ. നീ വന്നു കയറിയോ? അങ്ങോട്ട് ഇനി തിരിച്ചു പോകുന്നില്ലെന്ന് അമ്പിളി ചേച്ചിയോട് പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ നീ ഇവിടെ തന്നെ കാണുമല്ലോ. കാര്യങ്ങളൊക്കെ പതുക്കെ ചോദിച്ചറിഞ്ഞാ പോരെ. ഫോണിൽ നമുക്ക് വാവയുടെ വീഡിയോ വെച്ച് തരട്ടെ. നോക്കി നോക്കി. എടി, വീട്ടിൽ കയറി വന്നതിന് ശേഷം നിനക്കത് പറഞ്ഞാ പോരായിരുന്നോ? മുറ്റത്തൊന്ന് പ്രസംഗിച്ചതുകൊണ്ട് ആ ദുഷിച്ച സ്ത്രീ കൂടെ എല്ലാം അറിഞ്ഞില്ലേ? അതിന് ചേച്ചി ഓടി വന്ന് ചോദിച്ചോണ്ടല്ലേ ഞാൻ എല്ലാം പറഞ്ഞത്. ആ സ്ത്രീ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞോ? എന്തായാലും കൊള്ളാം. നിന്റെ ഒരു കുറവ് കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു തീരുമാനമായി. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അതിനിവൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഇവിടെ വരുന്നേ. 2 ദിവസം കഴിയുമ്പോ ശബരി വന്ന് വിളിച്ചു കഴിയുമ്പോ അവള് പോവുകയും ചെയ്യും. ഇല്ല, എപ്പോഴത്തെയും പോലെ ഇത്തവണ ദയ തിരിച്ചു പോകുന്ന ആരും വിചാരിക്കണ്ട. ഞാനിനി തിരിച്ചു പോണെങ്കില് ശബരിട്ടൻ വേറെ വീട് നോക്കണം. ആ വീട്ടിലുള്ളവരോടൊപ്പം കഴിയാൻ ദയ എനിക്ക് കിട്ടില്ല. ശബരേട്ടൻ ഇപ്പോഴും ആ വീട്ടുകാർ കഴിഞ്ഞുള്ളൂ, ഞാനും എന്റെ മോനും. അത് ശരിയല്ലല്ലോ.
മറ്റുള്ളവർ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ശബരീട്ടിന് ആ വീട്ടിൽ നിന്ന് മാറിയേ പറ്റൂ. ശബരിയുടെ സ്വഭാവം വെച്ച് ആ വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ ഓ ഓ പ്രത്യേകിച്ച് അവന്റെ അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോ. ഓ ഓ വേണ്ട 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 വേണ്ട. അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാല് അത് സംസാരിച്ച് പരിഹരിക്കല്ലേ ആദ്യം വേണ്ടത്. ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന കാര്യമൊക്കെ വേറെ വഴിയില്ലെങ്കിൽ മാത്രം ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ ദേ. അങ്ങനെ അവസാന നിമിഷം വരെ കാത്തിരുന്ന ചേച്ചിമാരുടെ അനുഭവമായിരിക്കും എനിക്കും. ഭാര്യ എന്ന് പറഞ്ഞ ഭർത്താവിന്റെയും അയാളുടെ വീട്ടുകാരുടെ അടിമയൊന്നും അല്ല. എനിക്കും എന്റെ മോന് ആ വീട്ടിൽ കിട്ടേണ്ട ഒരു അംഗീകാരം അവിടെ കിട്ടുന്നില്ല. എന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കുന്നതിന്റെ ബലം അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും. ഇനി ഞാൻ അനുവദിച്ചു കൊടുത്താ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ അടിമയായി കഴിയേണ്ടി വരും. ദയ എന്തായാലും അതിന് കിട്ടില്ല. എന്ത് പറയാൻ ഇവളോട്? ഒരു കാര്യം നടക്കാത്ത അവസ്ഥയാണല്ലോ. ദാനേട്ടന് വണ്ടി കൊടുത്തു വിട്ടത് അബദ്ധമായി. അനന്തേച്ചി, ഞാൻ ഇറങ്ങാം. വണ്ടിയില്ലാതെ എങ്ങനെ ഓട്ടോ വിളിച്ചു പോവോ? അല്ലാതെ എന്ത് ചെയ്യും? ദാനേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ പോകുന്ന വഴിക്ക് 2-3 ഷോപ്പുകളിൽ കയറി ഓർഡർ എടുക്കാനുള്ളതാ. ഡാനേട്ടിന് എത്താറായി കാണും, അതാ ഫോൺ എടുക്കാത്തെ. 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യ്. ശബരി, ദയ പോയത് എന്താണെന്ന് ധനേട്ടൻ ചോദിച്ച എന്താ പറയണ്ടേ? അവളുടെ മുറിയിൽ കറണ്ട് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചു പോയതാന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ എന്തായാലും ദയ പോയ കാര്യം അറിയണ്ട. ധനേട്ടൻ വന്നല്ലോ. എന്ത് പണിയാ ദാനേട്ടത്? എനിക്ക് കമ്പനി പോകാനുള്ളതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ ശബരി? വണ്ടിയുടെ ടയർ പഞ്ചറായി, അത് ശരിയാക്കാതെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? എന്റെ നാണെങ്കിൽ 100 രൂപ പോവുകയും ചെയ്തു. കളക്ടറേറ്റ് വരെ ഓട്ടോ വിളിച്ച് പോയിരുന്നെങ്കിൽ എത്ര രൂപ ആവുമായിരുന്നു? 100 രൂപ കയ്യിൽ നിന്ന് പോയത്ര. എന്റെ വണ്ടി ഓടുന്നത് പെട്രോൾ അടിച്ചാ, അല്ലാതെ പച്ചവെള്ളത്തിലൊന്നും അല്ല. ഞാനൊരു തമാശ പറഞ്ഞല്ല എന്റെ പൊന്നളിയോ. വാസന്തി തിരിച്ചു വിളിക്കാൻ പോകുമ്പോ ഞാൻ പെട്രോൾ അടിച്ചോളാം. അപ്പോഴും ഈ വണ്ടി വേണം. ഇല്ലെങ്കിൽ എനിക്ക് നഷ്ടമല്ലേ? 4 ദിവസത്തെ ക്യാമ്പിനെ ഇവിടുന്ന് ഓട്ടോ വിളിച്ച് പോണെങ്കിലേ 10,000-2,000 രൂപ എന്റെ അങ്ങ് പോവും. അല്ലനിതേ, ദയ ഇതുവരെ പ്രതിഷേധം അവസാനിപ്പിച്ച് താഴേക്ക് ഇറങ്ങിയില്ലേ? അല്ല, ശബരി സാധാരണ കമ്പനിയിലേക്ക് പോകുമ്പോ ദയ യാത്രാക്കാൻ വരാറുണ്ടല്ലോ. ഇപ്പൊ കാണാത്തോണ്ട് ചോദിച്ചതാ. ധനേട്ട, ദയ മോനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ കറണ്ട് ഇല്ലാത്തതല്ലേ. 2 ദിവസം അവളുടെ വീട്ടിൽ നിൽക്കട്ടെ. അത് കുഴപ്പമില്ല. പക്ഷെ ദയയും മോനെയും തനിച്ചങ്ങോട്ട് വിടണ്ടായിരുന്നു ശബരി. എനിക്ക് കൊണ്ടുവിടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അവളൊരു ടാക്സി വിളിച്ചിട്ട് പോയത്. എന്നാ കുഴപ്പമില്ല. അനിതേ, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഡൈനിങ്ങിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ശരി, ഞാനെടുത്ത് കഴിച്ചോളാം. നല്ല വിശപ്പുണ്ട്. അനിതേച്ചി, എന്താ ശബരി? വന്നേ. എന്താ? ഇത് കയ്യിൽ വെച്ചോ. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്ന് എടുക്കാലോ. അതിന് ഇത്രയും കാശ് വേണോ ശബരി? കയ്യിലിരിക്കട്ടെ അനിതേച്ചി. ചേച്ചി ആവശ്യമില്ലാതെ ചെലവാക്കില്ലെന്ന് എനിക്കറിയാം. ശരി എന്നാ. ശബരി കുറച്ച് കാശ് ഏൽപ്പിച്ചതാ. അച്ഛൻ വയ്യാതെ കിടക്കല്ലേ, എന്തേലും ആവശ്യം വന്നാലോ? അവൻ ഇപ്പോഴും ഈ വക കാര്യത്തിലേക്ക് നല്ല ശ്രദ്ധയാ. പക്ഷെ ദയെ കാശേൽപ്പിച്ചാലേ അവൾ ആവശ്യത്തിന് പുറത്തെടുക്കില്ല. ദയ പോയതോടെ അനിതയ്ക്ക് നല്ല ഉത്തരവാദിത്വം കൂടിയല്ലേ? ശബരി എന്റെ കയ്യിൽ കാശ് ഏൽപ്പിച്ചത് കൊണ്ടാണോ ധനേട്ടൻ അങ്ങനെ പറഞ്ഞേ? വാസന്തി ചേച്ചി ഇവിടെ ഇല്ലല്ലോ. ധനേട്ടൻ കമ്പനിയിലേക്കും പോവും. അതാവും ശബരി എന്നെ ഏൽപ്പിച്ചത്. ഏയ്, അതിലൊന്നും ഒരു തെറ്റുമില്ല അനിതേ. നിന്നെ വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ശബരി എല്ലാ കാര്യം നിന്നെ ഏൽപ്പിച്ചത്. പക്ഷേ
കുറെ നാളായി ദയക്ക് ഇതൊന്നും അത്ര പിടിക്കുന്നില്ല. അവളെ സൂക്ഷിക്കണം അനിതേ. ദേഷ്യം വന്ന എന്തും വിളിച്ച് പറയുന്നവളാ അവള്. നിന്നെ ശബരിയും ചേർത്ത് അവൾ എന്തെങ്കിലും കഥയുണ്ടാക്കി പറഞ്ഞാ ഈ കുടുംബം തൊലഞ്ഞു പോകും. ധനേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? ദേ ഞങ്ങളെ കുറിച്ച് എന്ത് കഥയുണ്ടാക്കാനാ? ഞാൻ അവന്റെ ഏട്ടത്തിയമ്മയല്ലേ. അതൊക്കെ എല്ലാവരും മനസ്സിലാക്കണമെന്നുണ്ടോ? പോരാത്തതിന് അശോകൻ ഗൾഫിലുവാ. നിന്നെ പോലൊരു സുന്ദരി ഭർത്താവ് അടുത്തില്ലാതെ കഴിയുമ്പോഴേ ആർക്കെന്ത് കഥയാ ഉണ്ടാക്കിക്കൂടാത്തത്? മതി ധനേട്ട, നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം. എന്തായാലും ധനേട്ടൻ ചിന്തിക്കുന്നത് പോലെ ദേ ചിന്തിക്കില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല അനിതേ. ദയ ഒന്നും കാണാതെ ഇവിടുന്ന് പോവില്ലെന്ന് എനിക്കറിയാം. അവളൊരു കനല് ഒരു തരി മതിയെന്ന് നീ കേട്ടിട്ടില്ലേ? ഈ പറയുന്ന ഞാനൊന്ന് ഊതിക്കൊടുത്താലും അതാളി കത്തിക്കോളും. എന്തൊക്കെയാ ധനേട്ട നിങ്ങൾ ഈ പറയുന്നേ? ധനേട്ടൻ ഈ കുടുംബം തകർക്കല്ലേ? നീ പേടിക്കണ്ട അനിതേ, ഞാൻ ആരോടൊന്നും പറയാൻ പോകുന്നില്ല. അതുപോലെ നമ്മൾ ഈ സംസാരിച്ച കാര്യം നീയും ആരോടും പറയാതിരുന്നാ മതി. ആ വിരോധമില്ലെങ്കിലേ ഒരൊറ്റ ദോശ ഇങ്ങോട്ടിട്ടെ. എന്താന്നറിയില്ല, നല്ല ടേസ്റ്റ്. സാമ്പാറാണെങ്കിൽ അതിലും ഗംഭീരം. പിന്നെ വിരോധമില്ലെങ്കിൽ ഒരു ചായ കൂടി എടുത്തെന്നാ കൊള്ളാം. ചെല്ല.